എന്റെ പൊന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ വന്നേ? ഇവിടെ ആരും പറഞ്ഞില്ല ശിവാനി വരുന്ന കാര്യം. സർപ്രൈസ് ആയിപ്പോയി. സർപ്രൈസ് ഇന്ന് ഡിസംബർ 31, നാളെ ജനുവരി 1. ന്യൂ ഇയർ പൊളിക്കണ്ടേ? എന്നെ അടിച്ചു പൊളിക്കണം. അതെ, എന്താണ് പരിപാടീസ് ഒക്കെ? നമുക്ക് പരിപാടീസ് പ്ലാൻ ചെയ്യാം അല്ലേ? പ്ലാൻ ചെയ്യാം. ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട്. കല്ലൂസേ, നല്ല രീതിക്ക് തല്ലു. അവളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നല്ലേ. കുറെ ദിവസത്തിന് ശേഷമല്ലേ നിന്നെ കാണുന്നേ. മക്കളെ തലടാ. എന്താണ് ഇത്ര ബഹളം? നീ തപ്പത്തി ജസ്റ്റ് ലാൻഡഡ്. ശിവ, നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ വരുമ്പോ വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞോന്ന്? അങ്ങനെ വന്ന ഈ ഒരു ത്രില്ല് കിട്ടുവോ? കിട്ടോ മക്കളെ? ഇല്ല. കിട്ടോ? ഇല്ല. അതാണ്. നീ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ രാത്രി 12 മണിക്ക് വിളിക്കായിരിക്കുന്നേ. പിന്നെ നീ കൊറേ വിളിക്കും. നീ 12 മണിക്ക് വിളിക്കുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. അത് വേറെ കാര്യം. ഞാൻ വല്ലതും വിളിച്ചാ പറയാം കേട്ടോ. കുഞ്ഞമ്മ അങ്ങനെ കയ്യും വീശി വരുവോ? കുഞ്ഞമ്മ രണ്ടാൾക്കും കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആക്രാന്തം കാണിച്ച ധൃതി കാണിച്ച രണ്ടാൾക്കും തരൂല. ഞാൻ ധൃതി ഓടിക്കത്തില്ല, നീയും ധൃതി ഓടിക്കില്ല. അളിയോ, ഓ എന്തുവാ ന്യൂ ഇയർ പ്ലാൻസ്? ന്യൂ ഇയർ പ്ലാൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. ശിവ വന്നാലേ ഉള്ളൂ, പോയി ഫ്രഷ് ആയിട്ടൊക്കെ വാ. അതെ അതെ, ആദ്യമേ വന്നതും കഴിക്ക്. ആടേ ശിവ, 2 ദിവസമായിട്ട് നിന്റെ അമ്മൂമ്മ തിരക്കണുണ്ടായിരുന്നു. ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്റെ കാര്യം. തിരക്കും, എന്നെ അമ്മൂമ്മ തിരക്കും. അതെങ്ങനാ? അമ്മൂമ്മക്ക് മാത്രല്ലേ ഈ വീട്ടിൽ എന്നെ പറ്റി ഒരു ചിന്തയുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും നമ്മളെ ഓർക്കാൻ പോലും സമയമില്ലല്ലോ. കൊച്ചു അങ്ങനെ പറയരുത് കേട്ടോ. കഴിഞ്ഞ ദിവസം കൂടെ നമ്മൾ എന്തോ സംസാരിച്ചോടുന്നപ്പോഴത്തേക്കും നിന്റെ കാര്യം ഞാൻ സിദ്ധുവിന്റെ അടുത്ത് പറഞ്ഞതാ അല്ല സിദ്ധു? എനിക്ക് ഓർമ്മയൊന്നുമില്ല. അതെങ്ങനാ? പറഞ്ഞാലല്ലേ ഓർമ്മയുണ്ടാവുള്ളൂ. എടാ പറഞ്ഞെന്ന്. നമ്മൾ ഇന്നലെ വൈകുന്നേരം റൂമിൽ നിന്ന് ചായ കുടിച്ചോണ്ടിരുന്നില്ലേ? അപ്പോ കുഞ്ഞിന് ഓർമ്മയുണ്ടാ? ശിവാനി, ഞങ്ങള് ശിവാനിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ ലച്ചൂസ് ശിവാനി എന്നുള്ള പേര് പോലും ഇവിടെ മിണ്ടാറില്ല. സിദ്ധു ചുമ്മാ കള്ളം പറഞ്ഞുണ്ടല്ലോ. ഞാനെപ്പോഴാ കള്ളം പറഞ്ഞേ? നീ ഇപ്പൊ കള്ളം പറഞ്ഞല്ലേ? ഞാൻ കള്ളം പറഞ്ഞില്ല, ഞാൻ ഉള്ള കാര്യത്തിനാ പറഞ്ഞേ. എന്റെ ശിവാനി, ഇവിടെ നിന്റെ പേര് ഞാൻ മാത്രമേ പറയാറുള്ളൂ, വേറെ ഒറ്റ മനുഷ്യനോട് പറയാറില്ല. ലച്ചു ചുമ്മാ അങ്ങോട്ട് തള്ളി വിടുക അല്ലേ? തള്ളി വിടണ തള്ളി വിടുന്നു. എന്റെ വീട്ടുകാരെ പറയാൻ വന്നല്ലേ നീ? എന്റെ ദൈവമേ, ചുമ്മാ ഞാൻ മനസ്സിൽ പോലും മനസ്സിൽ പോലും അല്ല, നീ എന്റെ വീട്ടുകാരെ തന്നെ പറയാൻ വന്നത്. എനിക്ക് മനസ്സിലായി. അതേടോ, ഞാൻ തന്റെ വീട്ടുകാരെ തന്നെ പറയാൻ വന്നത്. താൻ എന്ത് ചെയ്യും? കണ്ടോ ഇവിടെ സ്വഭാവം കണ്ട? ഇതാണ് ഇവിടെ യഥാർത്ഥ സ്വഭാവം. ഇതാണ് എന്റെ യഥാർത്ഥ സ്വഭാവം. എന്താ കുഴപ്പം? എന്തോ ദേശിക്ക് അവളെ വിളിച്ചിട്ട് പോയെ. എന്റെ ശിവാനി, ഇവിടെ നിന്റെ കാര്യം ഞാൻ മാത്രമേ പറയാറുള്ളൂ. ശിവാനി അവള് ചുമ്മാ പറഞ്ഞ കള്ളോ? കള്ളം പറയുന്നത് അറിയില്ല കല്ലൂസേ. അവിടെ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഭയങ്കര സെലിബ്രേഷൻസ് പ്ലാൻ ചെയ്തേക്കുന്നേ. ഫുൾ ഹോസ്റ്റല് നല്ല പവറിൽ നിൽക്കുക. എന്നെ എല്ലാത്തിനൊക്കെ വിളിച്ചതായിരുന്നു. ഞാൻ പിന്നെ നൈസായിട്ട് അവരുടെ കണ്ണുട്ടിച്ചിങ് മുങ്ങിയെന്നേ. എനിക്കെന്തോ അവിടെ വന്നിട്ട് പറ്റുന്നില്ല. ഇവിടെ ആഘോഷിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് പോലെ. സംഗതി അറിഞ്ഞിട്ട് പ്രശ്നമാക്കും. പക്ഷെ അവർക്കറിയാം എനിക്ക് വീട്ടിൽ വരണം, ഇവിടെ ആഘോഷിച്ചാൽ എനിക്ക് ഇഷ്ടാവത്തുള്ളൂ. അതിപ്പോ എന്റെ കാര്യം അങ്ങനെയല്ലേ. ഫ്രണ്ട്സ് ഒക്കെ ഒരുപാടുണ്ടെങ്കിലും ആഘോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ആഘോഷിക്കണേന് എന്റെ ഒരു രസം. അതെന്താണെന്നറിയോ? നമ്മൾ ചെറുപ്പം തൊട്ട് അങ്ങനെയല്ലേ വളർന്നു വന്നേ. അപ്പൊ നമുക്ക് അതാണ് ശീലം. உங்க ஃபேமிலி வந்து ரொம்ப சூப்பர் ஃபேமிலி தானே, மாடல் ஃபேமிலி. എന്തോന്നു ഉങ്ക ഫാമിലി നിങ്ങ ഫാമിലി എന്നൊക്കെ? ആന്റീനെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് കണ്ടത്. പക്ഷെ ആന്റി ഞങ്ങൾ അങ്ങനെയൊന്നും അല്ലേ കാണുന്നേ. லெச்சு, நான் அப்படியெல்லாம் சொல்லல, அந்த ஃப்ளோல சொன்னேன், அவ்வளோதான். பின்ன உங்களெல்லாம் விட்டா எனக்கு அப்பா மட்டும்தானே இருக்காங்க. நான் ஃப்ளோல சொன்னேன். ഡയലോഗ് അടിയൊക്കെ കൊള്ളാം, പക്ഷെ ഒറ്റൊരെണ്ണത്തിന് മനസ്സിൽ സ്നേഹമില്ല. അതെന്തൊരു വർത്താനം ലച്ചു നീ പറയുന്നത്? നിനക്ക് ആരോട് സ്നേഹമില്ലാത്തത്? ഇപ്പൊ തന്നെ നിന്റെ വർത്താനം കേട്ടല്ലേ നീ ആരാണോടൊക്കെ കുത്തി കുത്തി സംസാരിക്കുന്നുള്ളൂ തോന്നുമല്ലോ. അമ്മൂമ്മ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ ആയത്. ഇപ്പൊ അങ്ങനെ ആയി.
എന്റെ ദൈവമേ, എനിക്ക് ഈ കൊച്ചിനെ കൊണ്ട് ഒരു സമാധാനവും ഇല്ല. അമ്മമ്മ ഞാൻ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. എന്തോന്നത് ലച്ചേച്ചി മിണ്ടാരി അമ്മമ്മ, എന്തോ അമ്മമ്മ ഇത്? ഒന്നല്ലെങ്കിൽ ഇത് ഈ വർഷത്തെ അവസാന ദിവസമല്ലേ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കണ്ടേ? അതെ, ഒന്നാമത് മനുഷ്യന്റെ മൂഡ് ഇവിടെ ശരിയല്ല. ഒന്ന് പോയി തരുമോ? കൊള്ളാം, അടിപൊളി. അപ്പൊ ഇന്ന് ഇനി ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കേശു, ശിവ, ഞാൻ ഒന്ന് പുറത്തോട്ട് പോയിട്ട് വരാട്ടോ. പുറത്ത് നീ എവിടെ പോണം? സിധു നീ പോകാതെ, നീ സാപ്പിട കൂടെ ഇല്ലല്ല. അതൊന്നും കുഴപ്പമില്ല ആന്റി, ഞാനേ പുറത്തുനിന്ന് കഴിച്ചോളാം. അതാവുമ്പോ ഇച്ചിരി സമാധാനമെങ്കിലും എനിക്ക് കിട്ടുമല്ലോ. രസിത്ത് ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയല്ലേ. തെറ്റ് എന്റെ ഭാഗത്താണ്. മര്യാദയ്ക്ക് ചെന്നിൽ നിന്നാ മതിയായിരുന്നു. അവിടെ ഹോസ്റ്റലിൽ അടിപൊളി സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നതാണ്. അവിടെ നിന്ന് അവരുടെ കണ്ണും വെട്ടിച്ച് മുങ്ങി ഇങ്ങോട്ട് വന്നു. എന്തിനാ എന്തിനാ ഇവിടെ ഓരോത്തിന്റെ തല്ലുകൂടൽ കാണാൻ വേണ്ടിട്ട്. ശിവ, മര്യാദക്ക് ഹോസ്റ്റലിൽ എങ്ങാനും ഇരുന്നാ പോരായിരുന്നു. എന്തിനാ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണാൻ നിൽക്കണേ? അല്ലെങ്കിലും ചിലർ അങ്ങനെയാ, സ്വയം സന്തോഷിക്കത്തുമില്ല, ബാക്കിയുള്ളവരെ സന്തോഷിക്കാൻ അനുവദിക്കത്തുമില്ല. അപ്പൊ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ പ്രശ്നക്കാരി ഞാനാണെന്ന് അല്ലേ? ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് കുഴിപ്പുറത്തേക്ക് പോക്കോളാം. എന്തോ നീ പറഞ്ഞേ? നീ കുഴിപ്പളത്ത് പോകുന്ന? അങ്ങനെ നീ ഇന്ന് ഇവിടുന്ന് പോയാലേ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ ഇങ്ങോട്ട് കയറത്തില്ല. അഥവാ നീ ഇങ്ങോട്ട് വന്നാലേ ആ നിമിഷം ഞാൻ പടവലത്ത് പോകും. പിന്നെ അവിടെ കിടന്ന് ചാവണ്ടി വന്നാലും ഞാൻ ഇങ്ങോട്ട് കയറത്തില്ല. എന്തരമ്മ ഇത് ചുമ്മാ? എന്തല്ല ചേച്ചി, നല്ലൊരു ദിവസം ആയിക്കൊണ്ട് ഇങ്ങനെ തുടങ്ങല്ലേ എല്ലാരും കൂടെ? പിന്നെ അവള് പറഞ്ഞത് കേട്ടില്ലേടാ? ஐயோ நீங்க எல்லாரும் ஒரு விஷயம் புரிஞ்சுக்கோங்க. லெச்சுக்கு யாரை பிடிக்குமோ அவங்க ஏதாவது சொன்னாதான் அவளுக்கு கோபம் வருத்தம் எல்லாமே வரும். ஷோ அதெல்லாம் புரிஞ்சுக்காம சொல்லாதீங்கப்பா. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻറ്റി. അനാൻറ്റി മിണ്ടായിരുന്നു കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയല്ല. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ശരിയല്ല. എല്ലാവർക്കും കൊടുത്ത് പോവാം. ശിവാദി വന്നേ, അളി വന്നേ, വാളിയാ അങ്ങോട്ട്. ഞാൻ വരാം. വാ